அண்ணா எவ்வளோ ஆச்சு? தம்பி 240 ரூபா. சரி அண்ணா. എടാ സുമേഷേ, പറ. എനിക്കുറപ്പാ ഈ വീട് കണ്ടിട്ട് നമ്മളെ തലവര മാറുമെന്ന്. ഓ, ഇപ്പൊ തുടങ്ങുമല്ലോ അവന്റെ കോണയാടി. എന്താ ഒരു അന്തരീക്ഷം, എന്താ ഒരു ഭംഗി. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്. എന്താ, നിനക്കൊന്നും പറയല്ലേ? സംഭാഷണം കഴിഞ്ഞെങ്കിൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. എന്താ നിന്റെ ശബ്ദത്തിലൊരു മാറ്റം? നിനക്കും പോസിറ്റീവ് വൈബ് അടിച്ചല്ലേ? ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, ഞാൻ ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയല്ലോ നിന്റെ ഈ സംഭാഷണം. ഓരോ വീട് കയറും, എന്നിട്ട് പറയും നല്ല വീട്, നല്ല അന്തരീക്ഷം, നല്ല അയലോക്കം. എന്നിട്ട് കയറി കഴിഞ്ഞാലോ വീട് പോരടെ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടണില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ ഗതി പിടിക്കൂല. ഒന്നും നോക്കണ്ട, പൈസ തിരിച്ചു വെച്ചു. എടേ, എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? ഡേയ്, ആദ്യം ഈ വീടിനകത്തൊന്ന് കയറി കണ്ടോട്ടെ. പോരാത്തതിനെ 2 ദിവസം താമസിച്ച് ബോധിച്ചിട്ട് അഡ്വാൻസ് തന്നാമെന്ന് ബ്രോക്കർ പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തോർത്ത് നീ വാ തുറക്കരുത്. മതി മതി, നമുക്ക് വീട്ടിലോട്ട് കയറാം. ഡേ, ഒരു മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ മാസം എത്ര വീടുകളാണ് കയറിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? 4 അല്ല 6. 6 വീട്ടിലും പൊന്നുമോൻ പറഞ്ഞ റീസൺ എന്താണെന്ന് ഓർമ്മയുണ്ടോ? പോസിറ്റീവ് വൈബില്ല, മറ്റതാണ് മറിച്ചതാണ്. എന്നിട്ട് എന്തായി? എന്താവാൻ, ഇത്രയും നല്ല വീട് കിട്ടിയില്ലേ? പൊന്നുമോൻ കഴിഞ്ഞ മാസം എത്ര പൈസയാണ് പൊട്ടിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അതത്രേ ഉള്ളൂ. നീയും. എടാ സുധി, എന്തോ രക്ഷപ്പെടണ്ടേ? ഓ, ബിസിനസ് തുടങ്ങണ്ടേ? ഓ, ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോണ്ടേ? ഓ, എങ്കിൽ വാ. എന്തിത്? അല്ല, ഒരു ഹൊറർ എഫക്റ്റിന്. മനസ്സിലായി. വേണ്ട, ഇതേ ഡാർക്ക് ഷെയ്ഡ് പടമൊന്നുമല്ല, ഫീൽ ഗുഡ് ആണ്, ഫീൽ ഗുഡ്. എന്നാ ഓക്കെ. ഡേ, താ. എന്ത്? താക്കോലാടാ. എൻ്റെ ഇല്ല. നീ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിച്ചില്ലേ? ഇല്ല. മണ്ടാറടാനായിട്ട്. ഡേ, താക്കോല് ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് മേടിക്കണം, മനസ്സിലായ? ദൈവമേ, ഇവ ഈ കാര്യമാണോ നേരത്തെ പറഞ്ഞത്? എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കാൻ. ഇയാൾ എന്തിനോടാ എന്നെ ഏൽപ്പിക്കുന്നത്? എടാ, നീ എന്റെ ബിസിനസ് പാർട്ണറെ എന്നെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നാരായണനെ വിളിച്ച് കാര്യം പറയാം. അങ്ങേരിന് എന്തിനു വിചാരിക്കുമെന്തോ. അങ്ങേരെന്ത് വിചാരിക്കാൻ, താക്കോലുണ്ട് വരും. എടാ, പോടാ പോ. ഞാൻ പോണു. എടാ, നീ എവിടെ പോണു? ഞാൻ പോണു, നീയല്ലേ പറഞ്ഞ. ഓ, മര്യാദയ്ക്ക് അവന്മാരുടെ ട്രിപ്പിന് പോയാൽ മതിയായിരുന്നു. എന്റെ തലയെടുത്ത്, അല്ലാതെന്ത് പറയാൻ. ഡേ, വന്നിവിടെ ഇരി. വീടൊക്കെ കൊള്ളാം. ഇതേ, ഞങ്ങൾക്ക് ഈ വീടിന്റെ താക്കോല് കിട്ടില്ലായിരുന്നു. ഇല്ല, കിട്ടിയില്ല. എടാ, താക്കോല് കിട്ടില്ലല്ലോ. ഇല്ലടാ, കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒരു പയ്യന്റെ കയ്യിൽ താക്കോല് തന്നുകൂടാ. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമല്ലേ? അനന്തോ, കുഴപ്പമില്ല, വീട്ടിയാ. അപ്പൊ ശരി. ഓക്കെ, ശരി. എടാ, 10 മിനിറ്റ് എടുക്കുമെന്നാ. ഓ, അങ്ങനെ. എന്നാ ചേട്ടാ താക്കോൽ നാരായണ മുതലാളി തന്നു വിട്ടാ. നാരായണ മുതലാളിയാ? നാരായണ മുതലാളി എന്നാ ഉദ്ദേശിച്ചത്. അതെ ചേട്ടാ. ശരി ചേട്ടാ.
ഒന്ന് വൈകിയെങ്കിൽ എന്താ, താക്കോല് കിട്ടിയില്ലേ? മിണ്ടരുത് നീ. ഡോർ ഉറക്കം ഇത്ര താമസം? അത് ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഏയ്, പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 4 മണിക്കൂറായി. ഇതുവരെ ഏത് ബിസിനസ്സാണ് തുടങ്ങണേന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. നമ്മളെ ബിസിനസ് സംസാരിച്ചില്ലല്ലോ. എന്ത് തുടങ്ങാ? എന്തും. നമുക്ക് സിനിമ എടുത്താലോ? അതിനൊക്കെ ഒരുപാട് കാശാവും. ഞാൻ വന്നേ പോയിട്ട് വരാം. ആക്കി പോടേ. അത്ര പെട്ടെന്നൊന്നും വീഴൂല. ഇനി പിതൃക്കൾ കൊടുത്തില്ലെന്ന് വേണ്ട. ഡേയ്, എത്ര നേരമാ ഡേയ്? ഡേയ്, എത്ര നേരമാടാ? നീ എന്ത് പ്രസവിക്കാൻ കിടന്ന? പെട്ടെന്ന് അടിച്ച് തീർക്കാൻ നോക്ക്. നമുക്ക് ഈ വീട് വേണോ? എന്ത്? ഈ വീട് വേണമോ എന്ന്. വേണം. ഞാനിപ്പോ എന്താ കുഴപ്പമെന്താ? എന്നാലേ നമുക്ക് ഈ വീട് വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞ് വാ തുറക്കരുതെന്ന്. ഈ മദ്യത്തിനെന്താ ഒരു ഉപ്പുരസം? ഏയ്, ഇത്രയും ദിവസത്തെ പൈസ പൊട്ടിയത് എൻ്റെ. ഇത്രയും ദിവസം വീട് കയറാൻ പോയി പോസിറ്റീവ് വൈബ് മറ്റത് മറിച്ചതെന്നും പറഞ്ഞ് അതും കുറെ പൊട്ടി. എന്നിട്ട് ഈ വീടിനകത്ത് കയറാൻ നേരത്ത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. നീയും എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. നിന്നെ ഞാൻ സമ്മതിച്ചടാ. ഇത്രയൊക്കെ അടിച്ചിട്ട് നീ ഉരുക്കുപോലെ നിക്കണ്. ഞാൻ ഒന്ന് ചാലി പോയിട്ട് വരട്ടെ. ഇപ്പൊ നീ സംസാരിച്ചത് എന്നോടല്ല, നീ ആരോടാ ഇരുന്ന് നിനക്ക് വല്ല ബോധമുണ്ടാ? നിന്റെ അടുത്ത്. ഓടാ, ഞാനല്ല, അത് വേറെ ആരോ ആണ്. ഞാൻ വന്നേ പോയിട്ട് വരാം. ആക്കി പോടേ. അത്ര പെട്ടെന്നൊന്നും വീഴൂല.
ഡേയ് എത്ര നേരമാ ഡേയ്? ഡേയ് എത്ര നേരമാടാ? നീ എങ്ങനെ ബോധം കെട്ടതാ നിന്റെ വിചാരം? അടിച്ചു ഓഫ് പോയി. ഓ, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ കുപ്പി മാറി അടിച്ചു. അതാണല്ലേ ചെറിയൊരു വേദന. നീ എന്തൊക്കെയാടാ പറഞ്ഞത്? ഞാൻ ഇവിടെ നിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു പറയല്ലേ പറയല്ലേ എന്ന്. എന്നാലേ നമുക്ക് ഈ വീട് വേണ്ട. ഡേയ് ഇത്രയും ദിവസത്തെ പൈസ പൊട്ടിയത് എന്റെ. എടാ മണ്ടൻ കൊണാപ്പി, അത് ഞാൻ അല്ലടാ. നമ്മളിപ്പോ എന്ത് ചെയ്യണോ? ഡയലോഗ് അടിക്കുമ്പോ ആലോചിക്കണം. ഫീൽ ഗുഡ് ആണ് പോലും, ഫീൽ ഗുഡ്. ഊഷ് എനക്കുണ്ട്. എടാ നിനക്ക് പണ്ട് ഓർമ്മയുണ്ടോ 4 വർഷം മുമ്പേ നമ്മളൊരു വീട് തേടി പോയത്? ഏത്? ആ വീടാ? ഓടാ അതീനടാ. ഞാൻ വിചാരിച്ചത് അന്നത്തോടെ എല്ലാ പ്രശ്നവും കഴിയുന്നതാണ്. പക്ഷെ എപ്പോഴും അതേ അവസ്ഥ, അതേ പേടി. എന്ത് ചെയ്യൂടാ? രക്ഷപ്പെടാം. പേടിപ്പിക്കാടാ. എടാ താക്കോല് മുകളിലാടാ. എടാ എങ്ങനെയാടാ അവിടെ പോയി എടുക്കണത്? എന്തെങ്കിലും ഒരു വഴി പറടാ. ഈ താക്കോൽ എങ്ങനെ കിട്ടി? എടാ മാനെ താക്കോല് താടാ താക്കോല്. ഡേയ് ഡേയ് താക്കോല് താക്കോല്. എനിക്ക് തോന്നുന്നു ഞാൻ നാരായണേട്ടൻ്റെ കയ്യിൽ താക്കോല് വാങ്ങിച്ചെന്നാ. ഓ പൊന്നുമോ, ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്തു. എടാ ഒന്ന് പെട്ടെന്ന് തുറടാ. കുയിലപ്പൊടിച്ചി കൂണ്ടിലടച്ചി എടാ ഒന്ന് തുറക്കടാ.